പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുകയാണ്, നബിയേ നബിയേ താങ്കൾ സ്മരിക്കണേ റസൂലേ, ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ ഹബീബേ. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തിരുസവിധത്തിൽ അവിടുത്തെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് വന്ന് ചേർന്നിട്ടുള്ള സഹോദര സഹോദരി, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഇന്ന് മനുഷ്യൻ സമ്പത്തിലേക്ക് കടന്നു പോകുമ്പോ റബ്ബിനെ ചിന്തിക്കാത്തവനായി പോകുകയാ, സമ്പത്തിൽ മതിമറന്നുകൊണ്ട് നിലകൊള്ളുന്നവനായി പോയാണ്. ഒരു വേള സമ്പത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബിനെ മറക്കുന്ന ആളുകളുണ്ട്, സമ്പത്ത് കുറയുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കാത്തവരുണ്ട്. എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചതായ അടിമയാണ് ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം. വദ്കുർ അബ്ദനാ അയ്യൂബ്, നബിയേ നബിയേ നമ്മുടെ ദാസനായ അയ്യൂബിനെ കുറിച്ച് ഓർക്കണേ ഓർക്കണേ, അവരെ ഒന്ന് സ്മരിക്കണേ റസൂലേ. ഇന്നാ വജദ്നാഹു സാബിറാ, തന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോഴും, തനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും, ആളുകൾ തന്നെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മാറി ചിന്തിക്കുമ്പോഴും, ജനങ്ങളെല്ലാവരും വെറുക്കുന്ന രോഗങ്ങൾ നൽകിക്കൊണ്ട് പടച്ച റബ്ബ് പരീക്ഷിച്ചപ്പോഴും, ഇന്നാ വജദ്നാഹു സാബിറാ, നാം അദ്ദേഹത്തെ എത്തിച്ചത് ക്ഷമാശീലനായിട്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. നിഅമൽ അബ്ദു, പഠിക്കണേ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നിഅമൽ അബ്ദു, എത്ര നല്ല ദാസനാണ് അയ്യൂബ്. ഇന്നഹു അവ്വാബ്, വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയവനാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്കെല്ലാവിധമാകുന്ന ആഫിയത്തും നൽകണേ അല്ലാ. പടച്ച റബ്ബേ, നിന്നിലേക്ക് ഞാനിതാ തൗബ ചെയ്തു മടങ്ങുന്നു അല്ലാ. തെറ്റുകൾ ചെയ്യാതെ പടച്ച റബ്ബിലേക്ക് സദാ സമയം ഹൃദയവും ശരീരവും തിരിച്ചതാകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരമാസകലം പടർന്ന് പന്തലിക്കുന്ന രോഗം നൽകിയിട്ട് പോലും പടച്ച റബ്ബിനെ മറക്കാതെ ദിക്റിലുമായി കഴിഞ്ഞുകൂടിയതായ വ്യക്തിത്വമായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ വാനോളം പുകഴ്ത്തുകയാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു പരിഭവം പറയുന്നില്ല. അള്ളാഹുവേ, എനിക്ക് ഈ രോഗം നൽകിയല്ലോ റബ്ബേ, എന്നെ നീ പരീക്ഷിച്ചല്ലോ അല്ലാ. ഞാൻ നമസ്കരിച്ചവനാണ്, ഞാൻ നോമ്പ് പിടിച്ചവനാണ്, ഞാൻ സക്കാത്ത് കൊടുത്തവനാണ്, ഞാൻ പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണ്, ഞാൻ നിരാലംബർക്ക് അവലംബമായവനാണ്, ഞാൻ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവനാണ്, ഞാൻ ഖുർആൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ദിക്ർ ചൊല്ലിയവനാണ്, ഞാൻ അതോദിയവനാണ്, ഇതോദിയവനാണ്, ഞാൻ ഇന്ന മജ്‌ലിസിൽ പങ്കെടുക്കുന്നവനാണ്. എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ പരീക്ഷണങ്ങൾ നൽകിയല്ലോ. എത്രയെത്ര ആളുകളാണ് നമുക്കിടയിൽ ഈ രീതിയിലുള്ള കമന്റുകൾ പറയുന്നത്. സഹോദരാ, ഈ രീതിയിൽ വിലപിക്കുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ? ഉസ്താദേ, ഞാൻ ഖുർആൻ ഖത്മ് തീർത്തവളാണ്, ഞാൻ റൂഹ് ബയാൻ മജ്‌ലിസിൽ നിലകൊള്ളുന്നവളാണ്, ഞാൻ ഖത്മുകൾ തീർത്തവളാണ്, ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്നവളാണ്, ഞാൻ ഇന്ന ദിക്റുകൾ കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്യലുണ്ട്. എന്നിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള വിപത്തുകൾ അല്ലാഹു നൽകിയല്ലോ എന്ന് പറയുന്ന പെങ്ങളെ, പഠിക്കേണ്ട ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഒരേ ഒരു വാക്യം മാത്രമാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ചുണ്ടിൽ തത്തിക്കളിച്ച ദിക്റും ഇത് തന്നെയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രതിസന്ധികളുടെ കയത്തിലേക്ക് മുങ്ങിത്താഴുമ്പോഴും ബഹുമാനപ്പെട്ടവർ പറയുന്ന വചനം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എനിക്ക് സമ്പത്ത് നൽകിയത് അല്ലാഹുവാണ്, ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ്. അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്, അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ്, അവൻ ഈ ലോകത്തിന്റെ സർവാധികാരിയാണ്, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ്. അങ്ങകലെ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകകുണ്ടാരങ്ങളെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, പടച്ചറപ്പാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. അവൻ എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തിൽ ഞാനിതാ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം പരിപൂർണമായി ക്ഷമ അവലംബിക്കുകയാ. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പരാതി പറയുന്നില്ല, വേവലാതിപ്പെടുന്നില്ല. എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാഹ് പറയുന്നതേ ഇല്ല. കാരണം എനിക്ക് രോഗം നൽകിയത് ആരാൻ? അല്ലാഹയാണ്. അതുകൊണ്ട് റബ്ബിനോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല, അല്ലാഹ്ക്കറിയാതെ. പടച്ച റബ്ബിനറിയാവല്ലോ. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ദാ കേട്ടോ, ഖുർആൻ പറയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم من رحمتنا وذكرى للعابدين. പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായ സൂറത്തുൽ അംബിയായിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, അന്നീ മസ്സനിയദ്ദുർറു, എനിക്ക് വല്ലാത്ത ദുരിതം വന്നിരിക്കുന്നു അല്ലാഹ്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാനാണ് അല്ലാഹ്, നീ കരുണാമയനാണ് അല്ലാഹ്. ഇത് ശിഫയാക്കി തരണമെന്ന് പറയുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്, നീ കാരുണ്യവാനാണ്. അവസാന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയാൻ, നാട്ടുകാരുപേക്ഷിച്ചു, സമൂഹം ഉപേക്ഷിച്ചു, സമുദായം ഉപേക്ഷിച്ചു, ആകെയുള്ളത് ഭാര്യ. ബഹുമാനപ്പെട്ടവർ ഒമാനിലേതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന അവിടുത്തെ മക്കാമിന്റെ പരിസരത്തുള്ളതാകുന്ന ഒരു ചെറിയതാകുന്ന മനോഹരമാകുന്ന ഒരു അരുവിയുണ്ട്. അതിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ടവർ വരികയാൻ. ഒരു മരത്തിന്റെ തണലിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നിട്ട് പറഞ്ഞു, അന്നീ മസ്സനിയദ്ദുർറു, പടച്ച റബ്ബേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ദുരിതം വന്നിട്ടുണ്ട്, വല്ലാതെ പ്രയാസമാണ്, ശരീരമാസകലം വ്രണം വന്ന് ബുദ്ധിമുട്ടാണ്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണാമയനാണ് അല്ലാഹ്. ഫസ്തജബ്നാ ലഹു, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയത്രേ. ഫകശഫനാ മാ ബിഹി മിൻ ളുറിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവിച്ചു പോയതാകുന്ന ബുദ്ധിമുട്ട് പരിപൂർണമായി മാറ്റിക്കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്,
ബഹുമാനപ്പെട്ടവർക്ക് 2 അരുവികൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, അല്ലയോ അയ്യൂബേ, ഈ 2 അരുവികളിൽ നിന്ന് നീ എടുക്കണേ. ഇതാ തണുത്തതാകുന്ന മനോഹരമായ ശുദ്ധജലമാ, കുളിക്കാനുള്ള വെള്ളമാണ്. മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളമാണ്. ഈ 2 അരുവികൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കണേ. നിനക്ക് നാം നൽകുന്ന അരുവിയാണ്. നിന്റെ കാലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു ആരോട്? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്. മറ്റൊരായത്താണ്, നിന്നെ കാലുകൊണ്ടൊന്ന് ചവിട്ടണേ. ഇതാ നിനക്ക് മനോഹരമായ കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം നിന്റെ കാൽ ചുവട്ടിൽ ഇതാ റെഡിയാണ്. നമ്മള് പെരുന്നാളിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുമ്പോൾ, സംസമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പാദമിച്ചടിച്ച സ്ഥലത്താണ് എന്ത് വന്നത്? സംസം. ഇന്ന് ഭൂമിയിൽ നിലകൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണേത്? സംസം. ഇന്ന് ഭൂമിയിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബാ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാമിസറ നൈലിൻ ثم ബാഖിൽ അൻഹുറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മഹത്തുക്കളാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുന്നു. കൻസുർ റാഗിബീൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ മഹല്ലി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, മഹല്ലി ഇമാമിന്റെ ഗ്രന്ഥം, അതിന്റെ 1-ാം വാല്യം 18-ാമത്തെ പേജിൽ ഖല്ലൂബി ഉമൈറ എന്ന ശറഹിൽ ഈ ബൈത്ത് കിടപ്പുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബാ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബാ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാമിസറ നൈലിൻ ثم ബാഖിൽ അൻഹുറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമാക്കപ്പെട്ടതാകുന്ന 2 വലത് കൈയുടെ 2 വിരലുകൾക്കിടയിലൂടെ ഉത്ഭവിച്ചതാണ്. അത് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവമാണ്. വെള്ളമില്ലാതെ വിഷമിച്ചതാകുന്ന 1500ഓളം വരുന്ന സ്വഹാബത്ത് കുടിക്കാനും കുളിക്കാനും വുളൂ ചെയ്യാനും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുള്ളിലേക്ക്, ആ പാത്രത്തിനുള്ളിലേക്ക് പരിശുദ്ധ പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട കൈ വെച്ചു. സുബ്ഹാനല്ലാഹ്, വലത് കൈയുടേതാകുന്ന 2 വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചു. അത് അന്നുള്ള 1500ഓളം വരുന്ന സ്വഹാബത്ത് കുടിച്ചു, ആവശ്യത്തിന് ഉപയോഗിച്ചു, അംഗസ്നാനം ചെയ്തു. അന്ന് നിലച്ചു. കയ്യിലെടുത്തപ്പോ വെള്ളം നിലച്ചു. ഉറവ് പൊട്ടി ഒഴുകി. എവിടുന്ന്? കൈയുടെ വിരലിന്റെ ഇടയിൽ. ആരുടെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബിയുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ട അന്നത്തെ വെള്ളമാണ്. രണ്ടാമത്തേതാണ് യലീഹി മാഉ സംസം, പരിശുദ്ധമായ സംസമാണ്. രണ്ടാമത്തെ വെള്ളം അതാണ്. ഫൽ കൗസറു, പിന്നീട് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ 3-ാം സ്ഥാനം ഹൗദുൽ കൗസറിനാണ്. ഉസ്താദിന് തെറ്റി പോയോ? ഹൗദുൽ കൗസർ 3-ാം സ്ഥാനമുള്ളൂ. അങ്ങനെ കരുതണ്ട. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ 3-ാം സ്ഥാനം. അതെന്താ കാരണം? 1-ാം സ്ഥാനം മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് ഉറപ്പെട്ടത്. നബി തങ്ങളുടെ ശരീരം സുന്നികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്ത് വസ്തുവും അതിന് ബറക്കത്തുണ്ടാവും. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് 1-ാം സ്ഥാനം. ഹൗദുൽ കൗസർ 3-ാം സ്ഥാനം. എന്തുകൊണ്ട്? പ്രവാചകർക്ക് നൽകുന്ന വസ്തുവാണത് ഹൗദുൽ കൗസർ. നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഹൗദുൽ കൗസർ നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ഒരു പാനീയമാണ്. അത് ആർക്ക് കൊടുക്കുന്നതാണ്? മുത്തുനബിക്കായിട്ട് നൽകുന്നതാണ്. അത് 3-ാം സ്ഥാനമാകാൻ കാരണം എന്തുകൊണ്ട്? നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതല്ല. അത് നബിക്ക് അങ്ങോട്ട് നൽകുന്നതായ സമ്മാനമാണത്. ഇന്ന അഅതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്കിതാ നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു. ഒരർത്ഥം.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടത് 3-ാം സ്ഥാനമായി. 2-ാം സ്ഥാനം ഏതിന്? സംസമിന്. അതെന്താ? ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകന്റെ വല്ലുപ്പ തന്നെയാണ്, മുത്തുനബിയുടെ വല്ലുപ്പ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് ആര് വന്നിട്ടുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വെള്ളമാണ് 2-ാം സ്ഥാനം. 3 ഹൗദുൽ കൗസർ. പക്ഷെ ഹൗദുൽ കൗസറിന് വേറെ മഹത്വമുണ്ട്. പറഞ്ഞപ്പോ ഒരുപാട് അങ്ങോട്ട് പോകും, ഞാൻ തിരിച്ചു വരാം. വേറെ ശ്രേഷ്ഠതകളുണ്ട്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹ്ലാ മിനൽ അസലി വഅബയദു മിനൽ ലബനി, പാലിനേക്കാൾ വെണ്മയാണ്, തേനിനേക്കാൾ മധുരമാണ്. പാലിനേക്കാൾ നല്ല വെളുപ്പ് തൂവെള്ളയാണ് ഇത് ഹൗദുൽ കൗസർ. തേനിനേക്കാൾ മധുരമാണ്. മൻ ശരിബ മിൻഹാ ലം യളമ ബഅദഹാ അബദാ, അതിൽ നിന്നൊരൊറ്റ കവിൾ കുടിച്ചാൽ തന്നെ പിന്നീട് ഒരിക്കലും ദാഹനം ഉണ്ടാവുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. അതൊക്കെ ഹൗദുൽ കൗസറിന്റെ മഹത്താണ്. അത് അതിന്റെ ശ്രേഷ്ഠത. അപ്പം ശ്രദ്ധിക്കൻ, 1-ാം സ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് ഉത്ഭവിച്ചതാകുന്ന വെള്ളം, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ വെള്ളം ഇല്ല. 2-ാം സ്ഥാനം ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ട സംസം. 3 ഹൗദുൽ കൗസർ. 4 നൈൽ നദിയിലെ വെള്ളം. കാരണം നൈൽ നദിയിലെ വെള്ളം, നൈലിന്റെ ഉത്ഭവം ഇപ്പോഴും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. വിശാലമായി കിടക്കുന്നതാകുന്ന, പ്രവിശാലമായി കിടക്കുന്ന നൈൽ, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നദികളുണ്ട്. അതിന്റെയൊക്കെ ഉത്ഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, അതിന്റെ തുടക്കം. പക്ഷെ നൈൽ നദിയുടെ ഉത്ഭവം ഒരു ഹദീസിൽ കാണാം, തഹത്തുൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണ് അത്ര. സുബ്ഹാനല്ലാഹ്. ഇന്നും ശാസ്ത്രം കണ്ടെത്താത്തതാകുന്ന ഒരു നദി, അതിന്റെ ഉത്ഭവം ഉണ്ടെങ്കിൽ ഏതാണത്? നൈൽ നദിയാണ്. അതുകൊണ്ട് തന്നെ 4-ാം സ്ഥാനം നൈൽ നദി. മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ളതാകുന്ന മഹത്തുക്കളുടെ ശരീരം സ്പർശിച്ചിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കളുടേതാകുന്ന ശരീരം അതിൽ സ്പർശിച്ചിട്ടുണ്ട്. നൈൽ നദി 4-ാം സ്ഥാനമാണ് അതിനുള്ളത്. പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും ഒരേ സ്ഥാനമാണ്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. എന്തിനാണത് പറഞ്ഞത്? ഇന്ന് നമ്മുടെ കൈവശമുള്ള വെള്ളങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം. അത് മനസ്സിലാക്കുക. പലരും ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും, ഈ വെള്ളം കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വെക്കും. 5 ലിറ്റർ കിട്ടിയത് സൂക്ഷിച്ച് നിധി പോലെ വെക്കാൻ. അല്പം വെക്കണം, എപ്പോഴും വേണ്ടതാണ്. പക്ഷെ എന്നാലും സ്വന്തം വാപ്പ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും മക്കയും മദീനയും ഒന്നും കാണാൻ പോലും പറ്റാത്തവർക്ക് ഒരു ഗ്ലാസ് തികച്ചു പോലും കൊടുക്കൂല. പിടിച്ചു വെച്ചാണ് കൊടുക്കുക. ഒരു ഗ്ലാസ് അവർക്കൊന്ന് വയറലിച്ച് കൊടുക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മക്കയിലും മദീനയിലും ഒക്കെ പോകുമ്പോൾ, മക്കത്തൊക്കെ ചെല്ലുമ്പോൾ ധാരാളം കിട്ടും. ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും തൗഫീഖ് നൽകട്ടെ. വയറ് നിറച്ചു കുടിക്കണമെന്നാണ് സംസം വെള്ളം. വയറ് നിറച്ചു കുടിക്കുന്നവൻ മുഅ്മിൻ, വയറ് നിറയ്ക്കാത്തവൻ മുനാഫിഖ്. സയ്യിദുനാ റസൂലുള്ളാഹി കപട വിശ്വാസിയാണ്. വയറ് നിറയ്ക്കണം. നിന്റെ ഖൽബും നിന്റെ ഹൃദയവും നിന്റെ ശരീരത്തിന്റെ മജ്ജയും മാംസമൊക്കെ സംസം വെള്ളത്താൽ നിറയട്ടെ. ഏറ്റവും പോഷകാഹാരമുള്ളതാകുന്ന വെള്ളമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു 1 മാസക്കാലം മുഴുവനും അത് കുടിച്ചു. സമിൻതു, അദ്ദേഹം പറയുന്നത് കാണാം, അത് കുടിച്ച് ഞാൻ തടി വെച്ചു, നല്ല പുഷ്ടി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോട് തന്നെ വല്ലാതെ കിടപിടിക്കും. എല്ലാ പോഷകങ്ങളും ചേർന്നിട്ടുള്ളതാകുന്ന വളരെ വലിയ പ്രോട്ടീൻ ഉള്ളതാകുന്ന വെള്ളമാണ് സംസം. അല്ലാഹു ആവോളം നുകരാൻ തൗഫീഖ് നൽകട്ടെ. ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനം വാപ്പ മരിക്കാറായി കിടക്കുമ്പോ ഒരു പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടി വരാൻ. സാധാ എന്റെ വാപ്പ ഇതുവരെ വെള്ളം പോലും കുടിക്കുന്നില്ല. വാപ്പ രോഗശീലം കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ, നീയത്ത് വെച്ച് കുടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ കിടപ്പ് കിടക്കൂല, ആരോഗ്യത്തോട് എഴുന്നേറ്റിരുന്നേ. കാരണം
സംസം വെള്ളം ലിമാ ശുരിബ ലഹു, എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചോ ആ കാര്യം ഹാസിലാകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സംസം വെള്ളമൊക്കെ കിട്ടുമ്പോ ഒറ്റ കമത്തിൽ കുടിക്കണ്ട, ഇരുന്ന് തലയിൽ നല്ലതുപോലെ തൊപ്പിയൊക്കെ ഇട്ട് തല മറച്ച് നിയ്യത്ത് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായിരുന്ന് 3 ഇറുക്കായിട്ട് ബിസ്മി ചൊല്ലി തന്നെ നല്ല നിയ്യത്ത് വെച്ച് നിയ്യത്ത് വെച്ച് കുടിക്കണം. ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാര്യമാണത്. ഒരു വെള്ളം കുടിക്കുന്നതിൽ എന്തിനാ ഇപ്പൊ നിയ്യത്ത്? മാ ശുരിബല, എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചോ അത് ഹാസിലാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാനിതിപ്പോ ഇടയ്ക്ക് പറഞ്ഞത് നമുക്കിടയിൽ അത് കിട്ടൽ ഈ സമയത്തുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ സംസം വെള്ളം അത് ഉറവ് പൊട്ടി ഒഴുകിയത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ടാണ്. 2ാം സ്ഥാനം ഇന്ന് നിലകൊള്ളുന്നതാകുന്ന വെള്ളങ്ങളിൽ 1ാം സ്ഥാനവും കരഗതമാക്കാൻ കാരണമായത് അതാണ്. നോക്കൂ, നിങ്ങൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കാലിട്ടൊന്ന് അടിക്കാൻ. നിങ്ങൾ ഒമാനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പല പ്രാവശ്യവും ഈ വിനീതിന് സാധ്യമായിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അത് പോകാനും ആ മഹത്തുക്കളെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ മഖാമി എന്ന് പറയപ്പെടുന്ന പവിത്രമായ ആ ഖബർസ്ഥാനിന്റെ താഴ്ഭാഗത്തായി മനോഹരമാകുന്ന ഒരു അരുവി കാണാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നിലകൊള്ളുന്നു. ഹാദാ മുഖത്തസ്സലും ബാരിദുൻ, ഇതാ തണുത്തതാകുന്ന കുളിക്കാനുള്ളതാകുന്ന ശുദ്ധജലം. നിങ്ങൾ അവിടെ പോയി കയ്യൊന്ന് ഇട്ട് നോക്ക്, ഐസ് വാട്ടറാണ്, നല്ല തണുപ്പാണ് ഇപ്പോഴും, ഏത് കാലാവസ്ഥയിൽ ചെന്നാലും. ആർക്കാണ് ഇവിടെ നിരീശ്വരവാദത്തിന് പോകാൻ ഇത്ര താല്പര്യം? ആർക്കാണ് ഇവിടെ യുക്തിവാദത്തിന് കൊടപിടിക്കാൻ ഇത്ര താല്പര്യം? വൈകിട്ടൊക്കെ ചെറുപ്പക്കാരായ ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനിലേക്കൊന്ന് മടങ്ങി വരേൻ. ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഹാദാ മുഖത്തസ്സലും ബാരിദുൻ വശറാബ്. അന്ന് പറഞ്ഞതാകുന്ന 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഏത് കാലഘട്ടത്തിലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനുഭാവൻ കാലിട്ടടിച്ച സ്ഥലത്തുനിന്നുകൊണ്ട് പുറപ്പെട്ടതാകുന്ന 2 അരുവികൾ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തണുത്തതാകുന്ന മനോഹരമാകുന്ന വെള്ളം, ഒന്ന് കുളിക്കാൻ, മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളം. ആളുകൾ അവിടെ വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അരുവി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ശുദ്ധജലാണ്. ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്നാൽ നല്ല തെളിഞ്ഞ വെള്ളം. അള്ളാഹു നേരിട്ടെന്ന് കാണാനും അല്പമെങ്കിലും നുകരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ അത് കുളിക്കുകയാണ്, അതിൽ നിന്നും കുടിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിപത്തുകളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോഴും പടച്ച റബ്ബിനെ മുറുകെ പിടിച്ചതായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഫസ്തജബ്നാ ലഹു ഫകശഫനാ ബാബിഹി മിൻ ളുർരിൻ വആതൈനാഹു വഅഹ്ലഹു വമിസ്ലഹും മഅഹും മിൻ റഹ്മതിനാ വദിക്റാ ലിൽആബിദീൻ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പടച്ച റബ്ബിനെ മുറുകെ പിടിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാം. നന്മയുടെ സമയത്തും ക്ഷേമമുള്ള സമയത്തും ക്ഷാമത്തിന്റെ സന്ദർഭത്തിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരോഗ്യമുള്ള ഘട്ടത്തിലും അനാരോഗ്യത്തിന്റെ അവസ്ഥയിലും അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിലകൊണ്ടു അയ്യൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് വിളിക്കുന്നത് അയ്യൂബിന് സാബിർ, ക്ഷമാശീലനാകുന്ന വ്യക്തിത്വമാണ്. അള്ളാഹുവിന് ഇഷ്ടദാസന്മാരിൽ പ്രമുഖനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം തിരിച്ചു നൽകി. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും മിർ റഹ്മതിനാ. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സമ്പത്തും മുമ്പുണ്ടാതിനേക്കാൾ ഇരട്ടി സന്താനങ്ങളും ഇണകളും നാം നൽകി അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. ഖുർആനാണ്. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും മിർ റഹ്മതിനാ. നേരത്തെ ഉണ്ടാതിനേക്കാളൊക്കെ ഇരട്ടി കൊടുക്കാൻ. എന്താ കാരണം? വിഷമവും പ്രയാസവും ഉണ്ടായപ്പോഴും അല്ലാഹയെ മുറുകെ പിടിച്ചു. ഇന്ന് നമുക്കില്ലാതെ പോയ വസ്തുത അതാണ്. ഇന്ന് നമ്മുടെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. 2 രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. ഒന്ന്, സമ്പത്ത് കൂടുമ്പോൾ പടച്ച റബ്ബിനെ തീരെ ഓർക്കാത്ത വിഭാഗം ആളുകളുണ്ട്.
എന്നാൽ സമ്പത്ത് കൂടുന്ന സന്ദർഭത്തിലും ഓർക്കുന്നവരുമുണ്ട്, വളരെ കുറഞ്ഞ വിഭാഗം. മറ്റു ചില വിഭാഗങ്ങൾ സമ്പത്തില്ലാതെ വരുമ്പോൾ മാത്രം അല്ലാഹയെ ഓർക്കും. അപ്പൊ പള്ളിക്കകത്തുണ്ട് സാറേ എന്തെങ്കിലും ഒരു ദിക്ർ തരണം, രക്ഷപ്പെടാൻ വേണ്ടി ആ ലാഹവരുടെ ഇജാത്ത് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. ഏത് സൂറത്താണ് ഓതേണ്ടത്? സമ്പത്തില്ല, ബുദ്ധിമുട്ടാണ്, ഞെരുക്കമാണ്, പ്രയാസം. കാശില്ലാത്ത സമയത്ത് ഹാജിയർ 5 വക്കത്ത് പള്ളിയിലുണ്ട്. ബിസിനസ്സും മറ്റു വിഷയങ്ങളൊക്കെ ഒന്ന് കൂടി നോക്കി ആ മനുഷ്യൻ നേരെ തിരിച്ചാണ്. ഒറ്റ വക്കത്ത് പള്ളിയിലില്ല, ജുമഅക്കില്ല, ജമാഅത്തിനില്ല, വക്കത്തുകൾക്കില്ല, എല്ലാം പിറകോട്ട്. അവിടെ ഇന്ന് പ്രസംഗമുണ്ട്, എന്താണ് ഓൺലൈനിൽ വല്ല ഇച്ചിരി നേരം കേട്ട റാഹത്താണ്. അല്ല നേരിട്ട് പോയിരുന്ന വല്ലതും പിരിവൊക്കെ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുത്തില്ലേ, നമുക്ക് ഓൺലൈനിലിരുന്ന് കേൾക്കാം. അങ്ങനെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. സദസ്സിലേക്ക് വരാൻ താല്പര്യമില്ലാതെ നിലകൊള്ളുന്നതാകുന്ന ആളുകൾ ധാരാളമുണ്ട്. നമുക്ക് ആ ഉള്ള സമയത്ത് തന്നെ എത്രയോ വീഡിയോസുകൾ കാണാം. ഇടയ്ക്കൊന്ന് കയറി നോക്കിയാൽ പോരെ യൂട്യൂബിൽ. അവിടെ ചെന്നിരുന്ന നേരെ ആ സദസ്സ് തന്നെ വീക്ഷിക്കണം. വീട്ടിലിരുന്ന റാഹത്തായിട്ട് പലതും കാണാം. ഇഷ്ടംപോലെ വ്യത്യസ്തമാകുന്ന ഫുഡീസിന്റെ വ്യത്യസ്തമാകുന്ന സംഭവങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെല്ലൈക്കൺ അമർത്തി വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെതാകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടും രസിച്ചുമൊക്കെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം നടക്കും. അവിടെ പോയിരുന്ന ഇതൊന്നും നടക്കൂല, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ആളുകൾ നമുക്കിടയിൽ എത്രയാണ്. സമ്പത്ത് പടച്ചറബ് നൽകിയിട്ട് അത് ദീനിനു വേണ്ടി ചെലവഴിക്കാതെ മാറി ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ തന്നെയാണ് സത്യം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്. സഹാബാ, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ കമാ ബുസിതത് അലാ മൻ കാന ഖബലകും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതായ വ്യക്തികൾക്ക് ഈ ഭൗതിക ലോകം വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് മുമ്പാകെ ദുനിയാ വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞത് ഈ സമൂഹത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്രയോ ശരിയാണ്. ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരല്ലേ. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മിനാരങ്ങൾ ശ്രവണ സുന്ദരമായ ബാങ്കുലുകൾ കേൾക്കുമ്പോ അതിന് ഇജാബത്ത് കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുന്നവരല്ലേ. സുബ്ഹിയുടെ ബാങ്ക് മുഴങ്ങുകയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം സഹോദരാ നമസ്കാരമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ മുഅ്മിനേ. എത്രയോ മിനാരങ്ങളിലൂടെയാണ് ബാങ്കുകൾ മുഴങ്ങുന്നത്. അല്പനേരം മുമ്പ് ഈശയുടെ ബാങ്ക് കൊടുത്തപ്പോൾ എത്രയോ പള്ളികളാണ് വെളിയങ്കോടിന്റെ പരിസരങ്ങളിലുള്ളത് എന്ന് ചിന്തിക്കാൻ നമുക്കറിയില്ലേ. പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ നമ്മൾ നിലകൊള്ളുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? സുബഹി നമസ്കരിക്കാതെ ഖളാക്കി ഉറങ്ങിക്കിടക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. ആഖിറത്തിൽ വലിയ ഹിസാബ് നമുക്കുണ്ടാകുമേ. ദുനിയാവിന്റെ പിറകെ ജീവിക്കുന്ന സമൂഹമായി നമ്മൾ മാറരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടലാണ് എനിക്ക് ഏറ്റവും
ദാരിദ്ര്യമുള്ളത് ഭയപ്പാട്, അല്ലാതെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യം കമ്മിഞ്ഞു കൂടുമെന്നല്ല. നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകെ കടന്നു വരുമെന്ന് ഞാൻ ഭയക്കുന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നുള്ള ഭയപ്പാട് എനിക്കില്ല. എനിക്ക് ഭയം എന്താ? നിങ്ങൾക്ക് സമ്പത്ത് കൂടുതലാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി പറഞ്ഞത് ഇന്ന് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര കറക്റ്റാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ സ്വന്തം ജീവിതം തന്നെ എടുക്കിൻ. ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ സമ്പാദ്യം? ഇന്ന് എവിടെയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ എത്തി നിൽക്കുന്നത്? ഇന്ന് നിന്റെ കയ്യിൽ വാച്ച് വന്നു, ഇന്ന് നിന്റെ കൈകളിൽ സമ്പത്ത് അധികമായി വന്നു, അലമാരയ്ക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപകൾ വന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായി. നിന്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ ഒരാളുടെ മുന്നിലും നീ കൂസണ്ട, 10 പേരുടെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നിനക്ക് പ്രവാസ ലോകം അല്ലാഹു വിശാലമാക്കി. നാട്ടിൽ തന്നെ ഉന്നതമായ ബിസിനസിന്റെ ശൃംഖലകൾ പടച്ചിറപ്പ് തുറന്നിട്ട് തന്നു. വിശാലമാകുന്ന ജീവിതം, സന്തോഷകരമാകുന്ന ജീവിതം. നിന്റെ ഭാര്യയ്ക്കോ സന്തോഷകരമാകുന്ന നിലയ്ക്ക് എല്ലാ വസ്തുക്കളും വീട്ടിലടുപ്പിച്ചു. എല്ലാ മെഷീനുകളും വന്നു, എല്ലാ മോട്ടോർ സംവിധാനങ്ങളും വന്നു, എല്ലാം സ്വിച്ചിൽ വന്നു. കൈവിരൽ തുമ്പുകളിലേക്ക് അല്ലാഹു എത്തിച്ചു തന്നിരിക്കുകയാണ്. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു നീ? വീട്ടിൽ കരണ്ടില്ലാത്ത അവസ്ഥ, വളരെ പ്രതിസന്ധിയിൽ, സാമ്പത്തികമായി ഞെരുക്കം. ഇന്ന് കാണുന്ന മോട്ടോർ സംവിധാനങ്ങളോ മെഷീൻ സംവിധാനങ്ങളോ ഇല്ലാതെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ പോയിട്ടാണ് നീ അരി പൊടിച്ചു കൊണ്ടുവന്നത്, ഗോതമ്പ് പൊടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും പൊടിക്കാതെ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ വേവിച്ച് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. ഒരിറച്ചിയുടെ ഒരു കഷ്ണം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കല്യാണമുണ്ടത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവിടെ എത്തിപ്പെടണമായിരുന്നു. ഒരു എല്ലിൻ കഷ്ണം കിട്ടിയെങ്കിൽ അത് വലിയ സന്തോഷമാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഉദ്ഹിയ്യത്തിന്റെ മാംസം നിനക്ക് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും ഫ്രിഡ്ജിൽ നിനക്ക് ഇപ്പോൾ